ഹായ് ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഞാൻ അങ്ങനെ വെളുപ്പാങ്കാലത്ത് തന്നെ എണിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേറെ അങ്ങോട്ടല്ല, എനിക്ക് മൈഗ്രേൻ്റെ തലവേദന ഉണ്ട്. 2 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മാറ്റി കളഞ്ഞതായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒറ്റമൂലി ചെയ്ത് മാറ്റി കളഞ്ഞതായിരുന്നു ഒരു 2 വർഷം മുമ്പ്. ഈ 2 വർഷം കഴിഞ്ഞ് എനിക്ക് വലിയ വിഷയമൊന്നും ഇല്ലാണ്ടിരുന്നതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വന്ന് പോവുകയും ചെയ്യാമായിരുന്നു കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് തലവേദനയാണ്. ഈ വിളിക്കപ്പെടാത്ത അതിഥി എന്നൊക്കെ പറയില്ല, അതുപോലെ കയറി വന്ന മുതലാണ് കേട്ടോ അത്. അപ്പോൾ തലവേദനയാണ്. അപ്പോൾ അവിടെ പോകാനൊക്കെ ആയിട്ടിരിക്കണേ കേട്ടോ. അപ്പോൾ നിച്ചുകുട്ടനാണെങ്കിൽ വിളിച്ചിട്ട് എണിക്കുന്നേ ഇല്ല. അവനോട് നേരത്തെ കിടന്നുറങ്ങാൻ പറഞ്ഞാണ് ഞാൻ ഇന്നലെ രാത്രി. അപ്പം നേരത്തെ കിടന്ന് ഉറങ്ങിയില്ല. എന്നിട്ട് ഞാൻ കുറേ നേരം വിളിച്ചു, അതിൻ്റെ ഇടയ്ക്ക് ഇക്കായും വിളിച്ചു. തണുപ്പല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിച്ചൂറിനെ സ്കൂളിൽ വിടണം, എല്ലാം സെറ്റാക്കണമല്ലോ എന്ന് വിചാരിച്ചാണ്. പിന്നെ രാവിലെ തന്നെ എനിക്ക് ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. സ്കൂൾ തുറന്നു പോയില്ലോ അങ്ങനെ കേട്ടോ. അങ്ങനെ നിച്ചുകുട്ടനെയും വിളിച്ചെണിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് വഴിയിലാണെങ്കിൽ ഒരു ലോറി വട്ടം കിടക്കണം. അതെന്തോ ലോഡ് വണ്ടിയാണ്, അവിടെ എന്തോ കമ്പനി എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലോഡ് വണ്ടി ആണ്ട് ബ്രേക്ക് കിട്ടിയില്ല എന്ന് തോന്നുന്നു. എന്തോ അവർ വളച്ചപ്പം എങ്ങാണ്ടതായി കിടന്ന, പിന്നെ അത് അവരെ റിട്ടേൺ വേണ്ട ട്രെയിൻ എങ്ങാണ്ട് വന്നിട്ട് കണ്ട് വേണം അത് ശരിയാക്കാൻ. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയാൻ പാടില്ല, ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യണേണ്ട, വേറെ 2 പേരോട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ്ടോ നമ്മൾ. അപ്പോൾ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നതാണ് നിച്ചുകുട്ടി. പിന്നെ വാപ്പിയുടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മളെ തലവേദനയുടെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി ഇറങ്ങാൻ നിൽക്കണേണ്ട. അപ്പോൾ ഞാൻ കറിവേപ്പില വെച്ച്, പിന്നെ നമ്മൾ അങ്ങനെ ചോദിക്കുമല്ലോ, കറിവേപ്പില എവിടെ കണ്ടാലും ചോദിക്കും. അങ്ങനെ അമ്മ കറിവേപ്പില കുറച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ അച്ഛനാണ് കേട്ടോ തലവേദനയും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ. ഒരു മരുന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലവേദന കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ നമ്പർ തരാം കേട്ടോ. അതേ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് അവർക്കടെ വീട്ടിലേക്കുള്ള വഴി. ആ ഷീറ്റ് മെഞ്ഞാനുണ്ടോ, അതിൻ്റെ പുറകിലാണ്ടോ അവർക്കടെ വീട്. വഴി ഇച്ചിരി മോശമാണ്, പക്ഷെ എന്നാലും ഈ വണ്ടിയോടെയും കിടന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടുപോയിട്ട് മൊത്തത്തിൽ. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു നല്ല മഴയാണ് കേട്ടോ. കോട്ടയ്ക്ക് ഇട്ടുകൊണ്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പോന്നപ്പോൾ അപ്പം മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പം മേടിച്ചു, പിന്നെ കറിവേപ്പില. അവിടെ നിന്ന് നമ്മൾ മേടിച്ച കറിവേപ്പില ഞാൻ ചോദിച്ച് മേടിച്ച കറിവേപ്പില കേട്ടോ. കാരണം ഈ കറിവേപ്പില ഇല്ലാണ്ട് എനിക്ക് കറികൾ വയ്ക്കാൻ എനിക്ക് ഇച്ചിരി മടിയാണ് കേട്ടോ. എനിക്ക് ലാവശ്യമായിട്ട് കറിവേപ്പില ഇട്ട് അങ്ങോട്ട് കറി വയ്ക്കണം, അങ്ങനെയാണ് എൻ്റെ ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ കോട്ടും കാര്യങ്ങളൊക്കെ വിരിച്ച് കയറുന്നു. അപ്പോൾ ഞാൻ താക്കോല് മേടിക്കാൻ പറഞ്ഞിട്ട് താക്കോല് അങ്ങനെ കൊടുത്തത് നേരെ നമ്മുടെ അങ്കത്തട്ടിലേക്കാണ് കയറിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ തലയ്ക്കാണെങ്കിൽ മൊത്തത്തിൽ പ്രാന്താണ്ട്. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. 7 മണി 7:30 ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ. വന്നപ്പോൾ തന്നെ റൈസ് കുക്കറിൽ നിന്ന് ചോറെടുത്ത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളൂല്ലോ. അപ്പോൾ രാവിലെ മേല് കഴിയിട്ട് മാറിയ ഡ്രസ്സാണ്. ഇതിപ്പോൾ തന്നെ മുഷ്യം, ഇത് മാറിയിടാം. എന്നിട്ട് നമുക്ക് ഒന്നോടെയും കുളിക്കാൻ നേരത്ത് നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാറാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ചോറങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അപ്പം മേടിച്ചു. നിച്ചുകൊണ്ട് പൊറോട്ട മതി, അത് പൊറോട്ട കൂട്ടനാണ് കേട്ടോ. പൊറോട്ടയും മേടിച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ ഒലത്താൻ, അതായത് ചെറുപയർ തോരൻ വയ്ക്കാം. രാവിലത്തെ ചായക്ക് ഇടയ്ക്ക് ഞാൻ ഉപ്പുമാവും ചെറുപയർ ഒലത്തിയതുമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചായിരുന്നു. പക്ഷേ ഉദ്ദേശിച്ച പോലെ ഒന്നും നടക്കാത്തത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ അപ്പം മേടിച്ചു. അപ്പവും ചെറുപയർ ഒലത്തിയതാക്കി കേട്ടോ. അപ്പോൾ അതോടെയും അങ്ങനെ അടുപ്പത്തേക്ക് വെച്ച് കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചേണ്ടി അവിടെ ഇരുന്ന് വെന്തോളൂല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഡ്രസ്സ് മാറാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കണേ. കാരണം ആ ഡ്രസ്സ് മാറാൻ പോകുന്ന സമയം കൊണ്ട് കുറച്ച് നേരമാണെങ്കിൽ തിളയ്ക്കട്ടെ. പയറൊക്കെ ആകുമ്പോൾ ഒന്ന് അടിച്ചാൽ മതിയല്ലോ. അപ്പോഴത്തേക്കും അതും അങ്ങോട്ട് സെറ്റ് ആയിക്കോളും. ഞാൻ വന്നപ്പോഴത്തേക്കും കഞ്ഞിയൊക്കെ തിളച്ച് ഞാൻ അവിടെ കുറച്ച് വെള്ളം ചാടിയിട്ടുണ്ടായിരുന്നു. അത് അവിടെ തന്നെ ചാടുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഒരു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ തുടച്ചെടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഒന്ന് കൊണ്ടുപോയി കഴുകിയിട്ട് വീണ്ടും കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. അപ്പം അങ്ങോട്ട് തുടച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കും, അത് അവിടെ അങ്ങനെ ഉണങ്ങി പിടിച്ച് ഭയങ്കര പാടായിരിക്കും. നമ്മൾ ഒരുമി ഇടങ്ങേറാവും. ചില സമയത്ത് എനിക്ക് തോന്നലുണ്ട്, ചിലപ്പോൾ പറ്റില്ലാന്നിരിക്കുന്ന ഒരു മടിക്കും തോന്നിയിട്ട് ഞാൻ അതിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് എല്ലാവരും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നിച്ച കഴിവട്ടെ, അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ചോറ് അവിടെ അങ്ങനെ സെറ്റായല്ലോ. ഇനി നമുക്ക് പയർ വലുത്താം കേട്ടോ. ഈ പയർ ഇന്നലെ രാത്രി എനിക്ക് അരിഞ്ഞു തന്നെയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എവിടെയും സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കട്ടെ. കാരണം ഇന്നലെ രാത്രി പാവ അരിഞ്ഞു തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് നിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കുറച്ച് പോസ്റ്റർ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. കാരണം നാളെ പരിസ്ഥിതി ദിനമാണല്ലോ, അതുകൊണ്ട് കേട്ടോ. നാളെയെന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അരിഞ്ഞു തന്നെയാണ് കേട്ടോ. കുഞ്ഞായിട്ട് അരിയും, ഞാൻ വലുതായിട്ട് അരിയും. നമ്മൾ പിന്നെ എളുപ്പപ്പണിയല്ലേ നോക്കുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പയറിലേക്കുള്ള സവാളയും പച്ചമുളകും ഒക്കെയും അരിഞ്ഞെടുക്കുന്നതാണ്. അത് ഞാൻ ഈ പയറിൻ്റെ ഒപ്പം തന്നെ സെറ്റാക്കി വെച്ചായിരുന്നു കേട്ടോ. അതാവും പിന്നെ എളുപ്പമുണ്ടല്ലോ, രാവിലെ നമുക്ക് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ, പയറിലേക്കുള്ളതൊക്കെ ഞാൻ അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരു ചട്ടി വെച്ചെടുത്തു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക, കടുക് പൊട്ടിക്കുക.
അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാളയും പച്ചമുളകും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉള്ളി മുടിച്ചിട്ട് ഒലുത്താറുണ്ട്, ഞാൻ പല രീതിയിലൊക്കെ ഒലുത്തോട്ടെ, എനിക്ക് തോന്നുന്ന രീതിക്കൊക്കെയാണ് കേട്ടോ ഞാൻ ഒലുത്തണേ. പിന്നെ അതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് നല്ലോണം ഒന്ന് മൂത്തിട്ടിട്ട്. ഇനി ഇതിപ്പോൾ നമ്മുടെ എല്ലാ കറിയിലും കറിവേപ്പില കാണും, കാരണം കറിവേപ്പില ലാവശ്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ തീരുന്നവരെയും എൻ്റെ എല്ലാ കറിയിലും കറിവേപ്പിലയായിരിക്കും. അപ്പോൾ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന രീതിക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ പയറിട്ട് കൊടുക്കുക. പയറിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയിടുക. കുറച്ച് ഉപ്പോടെ ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. അത് ഞാൻ മൂടി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ചെറുപയർ വേവിച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിനി തോരൻ വെക്കാം കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായെന്ന് വെച്ചാൽ കടുക് ഇട്ട് കൊടുത്ത് കടുക് നല്ലോണം പൊട്ടി വരുമല്ലോ. അന്നേരം നമുക്ക് അതിലേക്ക് ഒരു സവാള കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇച്ചിരി കൂടി പോയി തോന്നുന്നു, കറിവേപ്പില ഇട്ട് കൊടുത്ത് അത് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ട് ഒരു ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇടിച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇടിച്ച മുളക്, വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് ചതച്ചതെന്നൊക്കെ പറയും, അത് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതും നല്ലോണം മൂപ്പിച്ചെടുക്കാം. കാരണം സവാള സെറ്റായതിന് ശേഷം മാത്രമാണ് കേട്ടോ മുളക് ഇട്ട് കൊടുക്കാവുള്ളൂ. കാരണം ഈ പൊടിച്ച മുളകായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് വല്ല സെപ്പറേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് സവാള എല്ലാവരും കൂടി അടിച്ചെടുക്കുകയാണ്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്ര വലിയ വിഷയമല്ല. അപ്പോൾ ആ മുളകും നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിതാ പയറിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നിച്ചുകുട്ടൻ ചെറുപയറൊന്നും നിച്ചുകുട്ടൻ ഒരു താല്പര്യമില്ലായിരുന്നു. നിച്ചുട്ടൻ കഴിക്കില്ല എന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. കാരണം അവനക്ക് തലേന്നത്തെ മീൻകറി ഉണ്ട്, അവനക്കത് മതി പൊറോട്ടയുടെ. അപ്പം പക്ഷെ എന്നാലും കുറച്ച് കൊടുത്തോക്കും, ചിലപ്പോൾ കഴിച്ചാലോ എന്ന് ഓർത്താണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം സെറ്റായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയോടെ ഇട്ട് കൊടുത്തു. ഉപ്പ് കൂടിയില്ലായിരുന്നു, അപ്പോൾ ലേശം ഉപ്പോടെ ഇട്ട് കൊടുത്ത് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സെറ്റാക്കി വയ്ക്കാം. അങ്ങനെ പയറുരുത്തി 2 പയറും അപ്പുറം ഇപ്പുറം അടുപ്പത്തോടെ ഇരിക്കാൻ കേട്ടോ. ഇനി ഇതങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് വേണം ബാക്കി പരിപാടികൾ ചെയ്യാൻ. ബാക്കി പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ, നമുക്ക് പരിപ്പ് കറി വയ്ക്കണം. പരിപ്പും തക്കാളിയും പച്ചമുളക് സവാള, അതായത് കുറച്ച് പരിപ്പെടുക്കുക, ഒരു 2 തക്കാളി, ചെറിയ തക്കാളി 2 എടുക്കുക, വലുതാണെങ്കിൽ 1 എടുക്കുക, ഒരു സവാള എടുക്കുക, ഒരു 3-5 പച്ചമുളകും ജസ്റ്റ് ഒന്ന് കീറിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമോട് വെച്ച് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സ്പൂൺ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് ഇങ്ങനെ തെളിച്ച് പൊന്തി നമ്മുടെ അടുക്കള മൊത്തം നാശം, അടുക്കളയല്ല ഗ്യാസ് അടുപ്പ് മൊത്തം നാശമാവും. പറഞ്ഞപ്പിച്ച് കൂടി പോയതാണ്, അടുക്കളയോ നാശമാവില്ല, ഗ്യാസ് അടുപ്പ് നാശാവുമല്ലോ. അപ്പോൾ അങ്ങനെ തിളച്ച് പൊന്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചില സമയത്ത് ശരിയാവും, ചില സമയത്ത് ശരിയാവില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ തിളച്ച് തൂകമൊന്നും ചെയ്തില്ല കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞിട്ട് തക്കാളി ചമ്മന്തിക്കുള്ള തക്കാളി അരിഞ്ഞെടുക്കണേയാണ് കേട്ടോ. ഒരു 3 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, ആ ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞെടുക്കാം. അത് കഴിഞ്ഞിട്ട് 2 പച്ചമുളകും ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് വട്ടം ഒന്ന് അരിഞ്ഞെടുക്കണേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കീറിടണമെങ്കിൽ കീറിടാം, എങ്ങനെയാണേലും വിഷയമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു സവാളയോടെയും അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ രാവിലത്തെ ഓട്ടപ്പാച്ചിലാണ്ടോ, അതാണ് പെട്ടെന്ന് വേണം. മിക്ക ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. കാരണം നമ്മൾ വന്നപ്പോൾ താമസിച്ചില്ല, നമ്മൾ 5:30 ആകുമ്പോൾ അടുക്കള കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി തീരുമാനിച്ചുകൂടെ പോകാറാകുമ്പോഴത്തേക്കും പണി തീരുള്ളൂ. ഇന്ന് എങ്ങനെയാണെന്ന് ഓർത്തിട്ട് എനിക്കൊരു സമാധാനമല്ല കേട്ടോ. ഈ പണി എടുക്കുമ്പോഴേക്കും തീരുമോ എന്നുള്ളൊരു ചിന്തയും കൂടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപ്പ് കണ്ടോ, അങ്ങനെ തിളച്ച് തൂക കാര്യങ്ങളൊന്നും ചെയ്തില്ല കണ്ടോ, ഷൂളടിക്കുന്നതാണ്. തിളച്ച് തൂക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ പയറാന വെന്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. നമ്മൾ ചെറുപയറിലേക്കാണ് ആദ്യം സെറ്റാക്കി വെച്ചത്. ഇത് നമ്മുടെ ഉരുക്ക് പയറില്ലേ, വള്ളിപ്പയറിനൊക്കെ അച്ചിങ്ങ അങ്ങനെ പല പേരും പറയും. അതിലേക്കും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കും അതോടെയും കൂടി അങ്ങോട്ടൊന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ്റെ പരിപാടി അങ്ങനെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പകുതി ആശ്വാസം, 1-2 കറി കൂട്ടിയാണെങ്കിലും കൊടുത്ത് വിടാലോ സമയം കിട്ടിയില്ലെങ്കിൽ എന്നൊരു ആശ്വാസം മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയില്ലേ, പരിപ്പ് അങ്ങനെ തിളച്ച് തൂക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചില ദിവസങ്ങളിൽ എന്നാൽ തിളച്ച് തൂകവും ചെയ്യും, അതെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ശരിയാവും, ചില ദിവസങ്ങളിൽ ശരിയാവില്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നിങ്ങളുള്ളൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഷൂളടിപ്പിച്ച് വെക്കാം, അങ്ങനെ തിളച്ച് തൂകത്തൊന്നുമില്ല കേട്ടോ. ചിലർ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും, പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ തിളച്ച് തൂകി മൊത്തത്തിൽ അങ്ങനെയാവും കേട്ടോ. ഈ സ്പൂൺ ഇട്ട് കൊടുക്കണത് ഞാൻ കണ്ടേനെ നമ്മുടെ കല്യാണി ചേച്ചിയുടെ വീഡിയോയിലാണ് കേട്ടോ. കല്യാണി ചേച്ചി ഇങ്ങനെ ഇട്ട് കൊടുക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണ്ടേക്കണയാണ് കേട്ടോ. ഞാൻ അങ്ങനെ കണ്ട് ചെയ്ത് നോക്കിയപ്പോൾ എന്നാ ശരിയാവുകയും ചെയ്തിട്ടാ. എനിക്ക് 1-2 പ്രാവശ്യമാണ് അത് തൂവിപ്പോയുള്ളൂ, പക്ഷെ ബാക്കി എല്ലാ പ്രാവശ്യവും സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ചമ്മന്തിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഒരു ചട്ടി എടുക്കാം, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക, കടുക് പൊട്ടിക്കുക, തക്കാളി, സവാള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളിട്ട് നല്ലോണം ഒന്ന്
വഴറ്റിയെടുക്കുക കേട്ടോ. അതവിടെ വഴറ്റിൻ്റെ പറ്റുക. അപ്പോഴത്തേക്ക് നിച്ചുകുട്ടിനുള്ള ചായയും കടിയും കൊണ്ടുപോകണേ കേട്ടോ. പൊറോട്ടയും മീൻകറിയും പയർ അവൻ തൊട്ടില്ല, മീൻകറിയും പൊറോട്ടയും മാത്രമാണ് കേട്ടോ കഴിച്ചോളൂ. അവനക്കത് കൊടുത്തിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങനെ വെന്ത് നല്ല ഉടഞ്ഞ് കിട്ടാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ആ മുളക് പൊടിയോടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണിയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഇളക്കി നല്ലോണം ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇച്ചിരി തിക്കായിട്ടല്ലേ ഇരിക്കണം. ഞങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോടുകൂടി വേണ്ടത് കൊണ്ട് വെച്ചോ. എന്തോ അത് ഗ്രേവിയോട് കൂടി വേണ്ടത് കൊണ്ട് കുറച്ച് വെള്ളമോട് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലിരിക്കണം കേട്ടോ. ഞങ്ങൾക്ക് തക്കാളി ചമ്മന്തി അത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ കുറുകും കേട്ടോ. മറ്റേതെന്ന് പറയുമ്പോൾ ഒരുമാതിരി ഈ കട്ട കണക്കിരിക്കും, അതെനിക്ക് ഇഷ്ടമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തു. നമ്മുടെ തക്കാളി ചമ്മന്തി അങ്ങനെ ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാം ഒരു തട്ടിക്കൂട്ടാണ് കേട്ടോ, പക്ഷേ അപാരം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളി ചമ്മന്തി അങ്ങനെ സെറ്റായിട്ടുണ്ട്. അടുത്തത് പരിപ്പ് നല്ലോണം ഉടച്ചെടുക്കുക കേട്ടോ. വേവിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഉടച്ച് നല്ല മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചായയും തിളയ്ക്കേണ്ട, അതവിടെ കിടന്ന് തിളയ്ക്കേണ്ട, നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഈ നേരം വരെ ഞാനിവിടെ കിടന്ന് ഓടിത്തൊരു തുള്ളി വെള്ളം പോലും കുടിക്കേണ്ടാണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ചായ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയും കുടിക്കണം. അപ്പോൾ ഇനി നമുക്ക് പരിപ്പ് താളിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് നല്ലോണം ഒന്ന് കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലൂടെയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറേശ്ശെ പരിപ്പ് കോരി ഊറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ഈ കുക്കറെ പടി ഒന്നിച്ച തട്ടുമ്പോണ്ടല്ലോ മൊത്തം ഇങ്ങനെ തിളച്ച് മൊത്തം തിളയ്ക്കും. അതുകൊണ്ട് ആദ്യം കയ്യിലും കൊണ്ട് 1-2 സ്പൂൺ കോരി ഊറ്റി കൊടുത്തതിന് ശേഷം അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുക്കർ കഴുകി കുറച്ച് വെള്ളമോടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഭയങ്കര കൊഴുപ്പായി പോവില്ല. ചൂടാറിക്കുമ്പോൾ പരിപ്പൊന്ന് ഇരിക്കുമ്പോൾ ഒന്ന് കുറുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളമോടെ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കി നല്ലോണം തിളച്ച് വരുമല്ലോ. തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ച് തിളപ്പിക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തില്ല, അതുകൊണ്ടാണ് നല്ലോണം തിളപ്പിക്കണേ. നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട നല്ല കുറുകിയ പരിപ്പറ വേണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യുക. അത് നമ്മൾ വേവിച്ച് വെച്ചാൽ അതിലേക്ക് നമ്മൾ കടുകും ഈ കറിവേപ്പിലയും പറ്റൽമുളകും കൂടി താളിച്ച് വെച്ചാൽ മതി കേട്ടോ. മൂപ്പിച്ചൊഴിച്ചാൽ മതി അതിലേക്ക്. പിന്നെ പ്രത്യേകിച്ച് തിളപ്പിക്കുക കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. അതിനുശേഷം വഴുതനങ്ങ. നിച്ചുകുട്ടനിപ്പോൾ വഴുതനങ്ങ ഫ്രൈ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുണ്ട്. ഇപ്പോൾ അവനക്ക് എല്ലാ ദിവസവും വഴുതനങ്ങ വേണം. അവൻ തലേന്ന് പറഞ്ഞിട്ടേ കിടക്കും, ഉമ്മ എനിക്ക് വഴുതനങ്ങ വേണമെന്ന് പറയും. ഇനി കുറച്ച് ദിവസമായാലും ഇപ്പോൾ വഴുതനങ്ങനെ കൊടുക്കണു. ചില ദിവസങ്ങളിൽ അവനക്ക് അങ്ങനെയാണ് കേട്ടോ. ചില സാധനങ്ങളോട് ഒരു ഇഷ്ടമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസമൊക്കെ തന്നെ വേണം. പിന്നെ അപ്പം ചെറുപയർ ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല കേട്ടോ. എനിക്കിപ്പോൾ വിശക്കണ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ പിന്നെ പണിയുണ്ടല്ലോ. അപ്പം ഞാൻ ഇക്കാക്ക് കൊടുത്തു. ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്തുള്ള ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ചായ കുടിക്കൽ പതിവാണല്ലോ. അപ്പം ഇക്കാടെ നെറ്റിത്തൊരു കൊതുക് വന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കൊതുകിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. കാരണം താഴത്തെ കുടിയിൽ താഴത്തെ കുടി എന്ന് പറഞ്ഞാൽ റബ്ബറും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും പുള്ളി ഒരു വയലിൽ വെച്ച് തന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് വിശക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്താണെന്തോ ഈ പണിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളി വീണ്ടും വയൽ വെച്ച് തന്നെയാണ്. എന്താണെന്തോ കൊതി ഇട്ടാണ്ടിരിക്കാനായിരിക്കും മിക്കവാറും. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. എനിക്ക് അങ്ങനെ വയൽ വെച്ച് വാരി തരാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ സെറ്റായിട്ട് സെറ്റായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം അറിഞ്ഞിട്ട് ഇനി എന്ത് പണി കിടന്നാലും പയ്യെ ചെയ്താൽ മതിയല്ലോ. നിച്ചുകുട്ടനെ കൊണ്ടുപോകാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. അത് ഞാൻ നിച്ചുകുട്ടനെ റെഡിയാക്കാൻ പോയിട്ട് ഞാൻ നിച്ചുകുട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ ഇന്ന് പാത്രം കഴുകണേ എന്നിട്ട് എന്നെ ഓടിക്കണേ കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പുള്ളി ആദ്യം ഞാൻ വീഡിയോ എടുക്കണ കണ്ടില്ലായിരുന്നു കേട്ടോ. എന്നോട് ഓടിക്കണേ കേട്ടോ. വീഡിയോ ഇടരുതെന്നാട്ടോ ഞാൻ പറഞ്ഞത്. മിക്കവാറും ഈ വീഡിയോ ഇട്ട് അങ്ങേരെ എന്നെ തല്ലിക്കൊല്ലും. ജീവനോടുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ പുള്ളി അവിടെ നിന്ന് പാത്രം കാര്യങ്ങളൊക്കെ കഴിക്കും. ഞാൻ അപ്പോഴത്തേക്ക് ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിച്ചുകുട്ടനൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി അവൻ ടവലും കൊടുന്ന് തന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്ന് പൊതിഞ്ഞ് ലഞ്ച് ബാഗിലേക്കൊക്കെ ഒന്നാക്കി സെറ്റാക്കി പകുതി പണി. ഇനി പാത്രം കഴുകാനുമില്ല, പാത്രമൊക്കെ കഴുകി തരുകയും ചെയ്തു. ഇനി നമുക്ക് സ്ലാബ് ഒന്ന് വേണേ ഒന്ന് തുടച്ചിട്ട് ഓടിച്ച് തുടച്ചതായിരുന്നു ഈ ലഞ്ച് ബോക്സ് സെറ്റാകാൻ നേരത്ത്. ഇനിയിപ്പോൾ നല്ലോണം ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. കാരണം ഇപ്പോൾ ഈ മഴയൊക്കെ ആകുമ്പോൾ ഈച്ചയും അതുപോലെ തന്നെ കൊതുക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ സ്ലാബൊക്കെ നല്ലോണം തുടച്ചിട്ടില്ലെങ്കിൽ ഒത്തിരി ഈച്ചയും കാര്യങ്ങളൊക്കെ വന്നിരിക്കും. അപ്പോൾ ലഞ്ച് ബാഗ് അങ്ങനെ സെറ്റായിട്ടുണ്ട്. നിച്ചുകുട്ടന് പോകാനും സമയമായിട്ടുണ്ട്. പുറത്താണെങ്കിൽ നല്ല മഴ. അത് കഴിഞ്ഞിട്ട് നിച്ചുകൊണ്ട് ബാഗൊക്കെ ഞാനൊരു കവറിലാക്കി. അതിനുശേഷം ഒരു കോട്ട് തന്നെയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഇക്ക വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. ഞാൻ കിടന്ന് തല്ലി പഠിക്കേണ്ട ഒരു കേട്ടോ. ഇന്നിപ്പോൾ കുളി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കല്ലിൽ അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ കുളിക്കണുള്ളൂ. പിന്നെ തലയിൽ നല്ലോണം എണ്ണ തേച്ചൊന്ന് കുളിക്കണം. കാരണം നാളെ തലയിൽ ഹെന്ന ചെയ്യാനുള്ളതാണ് കേട്ടോ. നോക്കട്ടെ, എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. കാരണം ഈ ഹെന്ന ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ നല്ലോണം ഡ്രൈ ആവുമല്ലോ. അപ്പം അതുകൊണ്ട്
തലേ ദിവസം ഞാൻ നല്ലോണം എണ്ണ തേച്ച് കുളിച്ചതിന് ശേഷമാണ് പിറ്റേന്ന് ഞാൻ എണ്ണയിട്ട് കൊടുക്കുള്ളൂ. പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം, ഒരു ഹെയർ കെയർ റൊട്ടീനായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അടിപൊളി സംഭവമാണ്. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്, പിന്നെ കുറച്ച് കാലത്തേക്ക് മുടക്കി. ഇപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മതി, നമ്മുടെ മുടിക്ക് നല്ല തിക്കായിട്ട് വളരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ഇടാം. കാരണം ഞാൻ ഉറപ്പ് പറയുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഉണ്ടാക്കി വെച്ചത് പിറ്റേന്നൊക്കെ നമുക്ക് എടുത്ത് തലയിൽ ഇടാൻ പറ്റുള്ളൂ. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇടാം. അപ്പോൾ ദാ നിച്ചുകുട്ടനും ഇക്കായും പോണെയാണ് കേട്ടോ. നിച്ചുകുട്ടനെ കൊടുന്നിട്ടിട്ട് വനം. അപ്പോഴത്തേക്കും എനിക്ക് അടിച്ചു വരി കഴിഞ്ഞ് തുടയ്ക്കണം. അതുപോലെ തന്നെ ബെഡ് കാര്യങ്ങളെല്ലാം കുടഞ്ഞ് വിരിച്ചിടണം, അലക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പണികളുണ്ട്. പിന്നെ പുറവശത്തെ ഇറയൊക്കെ ഒന്ന് കഴുകിയിടണം. കാരണം ഈ മഴ പെയ്തിട്ട് മൊത്തം ചെളി തെറിച്ചേക്കാണ്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ദാ എനിക്ക് ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ മീൻകറിയും പയറും എടുത്തിട്ടുണ്ട്, ഇച്ചിരി മീൻകറി എടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു ചാറ് വേണം, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടി കഴിഞ്ഞു അടുക്കളയ്ക്കും ക്ലിയറാക്കി. ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ബൈ.